വെൽക്കം ടു NCMS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസി സബ്ജക്റ്റ് ആണ്. അക്കൗണ്ടൻസി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ പ്ലസ് ടുവിലും ഡിഗ്രിയിലും PGയിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി പല ആളുകൾക്കും നല്ല ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് ബേസിക്സ് മുതൽ വളരെ ക്ലാരിറ്റിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൻ്റെ ജേർണൽസ് ഒക്കെ നമ്മൾ +1 പഠിച്ച അതേ പാറ്റേണിലാണ് നമുക്ക് ഇവിടെ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങിയാൽ മാത്രമാണ് നെറ്റ് എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. സോ ഒഫീഷ്യലി NTA വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അക്കൗണ്ടൻസി നമുക്ക് പഠിക്കാനുള്ളത് ഒരു വാസ്റ്റ് സിലബസ് ആണ് ആക്ച്വലി. ഇപ്പൊ ഈ ഒരു സിലബസ് ഓരോന്ന് വായിക്കാതെ ഞാൻ ഇതിനെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറൈസ് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അക്കൗണ്ടൻസിയുടെ പ്രിൻസിപ്പിൾസ് ആണ്. ആ 14th പ്രിൻസിപ്പിൾ നല്ല ക്ലാരിറ്റി ആണ്. അതിന്റെ ഓരോ എക്സാമ്പിൾസും അതിൽ ചില എക്സാമ്പിൾസ് ഒരേപോലെ 2 പ്രിൻസിപ്പിൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ ആൻഡ് ഇൻസോൾവൻസി ഓഫ് പാർട്ണർഷിപ്പ്. ഇവിടെയും നമുക്ക് നെറ്റ് എക്സാമിന് സാധാരണ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് പാർട്ടാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. കോർപ്പറേറ്റ് അക്കൗണ്ട് നമുക്ക് +2 പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർ, ഫോർഫീച്ചർ, റീഇഷ്യൂ, ലിക്വിഡേഷൻ, കമ്പനീസ്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ. ദെൻ കൃത്യമായിട്ട് ജേർണലിൽ നല്ല ഫൗണ്ടേഷൻ വേണം. എന്നാൽ മാത്രമാണ് ഫോർഫീച്ചർ ചെയ്യുന്ന സമയത്ത്, റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ റിസർവിലേക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതുമായിട്ട് നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ കൃത്യമായിട്ട് നല്ല കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ പഠിക്കുകയും അതിൻ്റെ കൂടെ PYQവും എക്സ്പെക്റ്റഡ് Q&A വെച്ചിട്ടും നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് റിവിഷനിലൂടെ മാത്രമാണ് 100% അക്കൗണ്ടൻസി നിങ്ങൾ തയ്യാറാവുന്നത്. സോ നെക്സ്റ്റ് പാർട്ട് നമുക്ക് എന്താണ് അക്കൗണ്ടൻസിൽ പഠിക്കാനുള്ളത്? സോ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒരു പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനത് ക്യാഷ് ആൻഡ് മാനേജ്മെന്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു CMA പ്രൊഫഷണലൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ നമുക്ക് അത്രക്കും പഠിക്കാനില്ല. നമുക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത് മാർജിനൽ കോസ്റ്റിംഗ്, ദെൻ ബ്രേക്ക് ഈവൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇങ്ങനെ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നെറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഏത് പാർട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോസ്റ്റ് അക്കൗണ്ടിങ് പാർട്ടിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. സോ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ദെൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ നമുക്ക് റേഷ്യോ അനാലിസിസ്, ദെൻ ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എക്സാമിൽ ഇവിടെ നിന്നും നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ അഡ്വൈസ്ഡ് അക്കൗണ്ടിങ് ഏരിയാസിൽ പഠിക്കാനുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ദെൻ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്. കമ്പാരിറ്റീവ്ലി അത്രക്കൊരു ടഫ് ഒന്നും അല്ല. ഇവിടെ കുറച്ചും കൂടി എക്സാം ഓറിയന്റഡ് ആയിട്ട് അത്രക്കൊരു ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ നമുക്ക് എന്താക്കണം, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താക്കണം, കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. ദെൻ അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആക്ച്വലി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് ഉണ്ടാവുക. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ല. കൃത്യമായിട്ട് ഓരോ സ്റ്റാൻഡേർഡ്സും ഏതാണ് എന്നുള്ളതാണ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുള്ളത്. ഇവിടെ IND-AS-ഉം IFRS-ഉം ഉണ്ട്. അതിന്റെ തിയറിറ്റിക്കൽ പാർട്ടും അതിന്റെ ഒരു ഹിസ്റ്ററിയും ദെൻ ഓരോ IND-AS എന്തിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിത് കുറച്ചും കൂടി ഒരു ബൈ ഹാർട്ട് ലേണിംഗ് ആണ് ആക്ച്വലി ഇവിടെ വേണ്ടത്. ആ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇവിടെ അത്രയ്ക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനില്ല. നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് പല ആക്ടിവിറ്റീസിലൂടെയും പ്രാക്ടീസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഏരിയയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അക്കൗണ്ടൻസിയിലെ ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ്. ഇവിടെ നമുക്ക് വൗച്ചിങ്, വെരിഫിക്കേഷൻ, വാല്യുവേഷൻ ഓഫ് അസറ്റ്, ഓഡിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റ് റിപ്പോർട്ട്സ്, കോസ്റ്റ് ഓഡിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓഡിറ്റിംഗിൽ പഠിക്കാനുള്ളത്. ദെൻ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിസന്റ് ട്രെൻഡ്സ് ഇൻ അക്കൗണ്ടിംഗ് ആണ്. ഇവിടെ അക്കൗണ്ടിങ്സ് മാനേജ്മെന്റ് ഓഡിറ്റ്, റിസന്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ് ആണ്. ഇവിടെ മാനേജ്മെന്റ് ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, ഓഡിറ്റിംഗിന്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എനിവേ അക്കൗണ്ടിങ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഓക്കെ നെറ്റ് എക്സാമിൽ നമുക്ക് ഏകദേശം അക്കൗണ്ടൻസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ
ഈ 10 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 1 to 5 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിരിക്കും. നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു അത്യാവശ്യം ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ 6 to 10 ക്വസ്റ്റ്യൻ, ഓക്കെ, ഈ 6 to 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക്, ഓക്കെ, കുറച്ച് ടഫിൽ നിന്ന് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടഫിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ് 6 to 10 എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഠിക്കുകയും ദെൻ പ്രാക്ടീസ് ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് എക്സ്പെക്റ്റഡ് Q&A ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു 100% അക്കൗണ്ടൻസി നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുക. സോ ആദ്യമേ പറയാനുള്ളത് ഒരു ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റേ അല്ല ആയിരുന്നു. ഓക്കെ, അക്കൗണ്ടൻസി നമുക്ക് വളരെ ടഫ് ആയിരുന്നു. നമ്മൾ +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ടഫ് ആയിരുന്നു. എന്നാൽ നമ്മൾ എങ്ങനെ പഠിക്കണം? കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും റീസൺസ് പഠിക്കുകയും ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ എക്സാമ്പിൾസ് ത്രൂ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും അതിൻ്റെ ഡെയിലി എക്സാം, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയും ഞങ്ങൾ ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കാം, ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് വളരെ ഈസിയായി കൃത്യമായിട്ട് 100% സ്കോർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? നമ്മുടെ ലൈവ് ക്ലാസ്സിൽ മറ്റു ഡീറ്റെയിൽ ആയിട്ട് ഓരോ മൊഡ്യൂളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.